നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ട്രംപ് കൂടി നേരിട്ടിടപെട്ടതോടെ ഇനി എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ. ഖമേനിയുടെ പ്രതികാരം എങ്ങനെയാകും ഉണ്ടാവുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ നാടകീയമായി വർദ്ധിക്കുന്നതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ പ്രധാന സൈനിക ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. പെന്റഗൺ സർജിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് എന്ന് വിശേഷിപ്പിച്ച ഈ ആക്രമണങ്ങൾ നഡാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ നിർണായക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. ഈ മേഖല ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയിൽ ആയതിനാൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുമെന്നതിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധ മാറിയിരിക്കുന്നത്. US ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഫ്യൂജ് ഹോളുകൾക്കും ഭൂഗർഭ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ മാർഗരേഖ ലംഘിക്കുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ നടപടിയായിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയത് എന്നാണ് ട്രംപ് ഈ നീക്കത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിനെതിരെ ഇറാൻ എങ്ങനെ തിരിച്ചടിക്കും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന് സൈനികവും നയതന്ത്രവുമായ നിരവധി വഴികൾ ഉണ്ട്. വരും ദിവസങ്ങളിൽ ടെഹ്റാൻ സ്വീകരിക്കാനിടയുള്ള ഏറ്റവും സാധ്യതയുള്ള വഴികൾ വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ഒന്ന്, നേരിട്ടുള്ള മിസൈൽ ആക്രമണം. US ബേസസ് ആക്രമിക്കാനുള്ള സാധ്യതയാണ് ആദ്യം വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച ഇറാന്റെ പദ്ധതിയിൽ ഇറാഖ്, സിറിയ, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക ബേസസ് ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നതിനായി റിപ്പോർട്ടുണ്ട്. ഈ തന്ത്രം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അനുബന്ധ പ്രോക്സി മിലിറ്ററികൾ എന്നിവയിലൂടെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ഇറാന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുക എന്നതായിരിക്കും ലക്ഷ്യം. 2, ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടുള്ള നടപടി. ഒരു ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കടല് വഴി പുറം ലോകത്തേക്ക് എണ്ണ വ്യാപാരം നിലച്ചുപോയാൽ എന്തു സംഭവിക്കും? ആ ഉത്തരത്തിന്റെ വില ഇറാന് നന്നായി അറിയാം. ഭീഷണി മുഴക്കുന്ന ഏത് ലോക നേതാവിനെയും രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കാനുള്ള ഇറാന്റെ തുറുപ്പുചീട്ടാണ് ഹോർമൂസ് കടലിടുക്ക്. മാപ്പിൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് കണ്ണോടിച്ചാൽ അറിയാം ആ ഭീഷണിയുടെ കടുപ്പം. ഇറാഖ്, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE എണ്ണ ഖനനം കൊണ്ട് ഉയർന്നു വന്ന ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം എണ്ണ കടൽ വഴി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്കിലൂടെയാണ്. 2 മൈൽ വീതിയുള്ള 2 കപ്പൽ ചാലുകൾ, അതിനിടയ്ക്ക് 2 മൈൽ ബഫർ സോൺ. കൂട്ടിയിടി സാധ്യതകൾ കൂടുതലുള്ള മേഖല. വടക്കുഭാഗത്ത് ഇറാൻ പരന്നു കിടക്കുന്നു, മറുഭാഗത്ത് എണ്ണപ്പെട്ട മറ്റ് ഗൾഫ് രാജ്യങ്ങളും. അയവില്ലാതെ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ മുന്നോട്ട് പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ കടലിടുക്കിലേക്കാണ്. സംഘർഷം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ഉയർത്തിയ ഭീഷണി. അതിനു പിന്നാലെ ഈ മേഖലയിൽ 2 ഓയിൽ ടാങ്കർ കപ്പലുകൾ കൂട്ടിയിടിച്ച് കത്തിയത് വലിയ ചർച്ചയുമായി. ഇറാൻ ഇത് അടയ്ക്കാൻ തുനിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. മൂന്നാമതായി വിലയിരുത്തുന്നത് US ബേസ്ഡ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാന്റുകൾ ഇറാൻ അറ്റാക്ക് ചെയ്യും എന്നതാണ്. 2019 സൗദിയിലുള്ള 2 മുഖ്യ ഓയിൽ സൈറ്റിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നു. അതിനു പിന്നിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതികളാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് സൗദിയുടെ എണ്ണ ഉൽപ്പാദനത്തെ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു അറ്റാക്കിന് ഇറാൻ മുതിരുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. നാലാമതായി പറയുന്നത് ഹൂതികളുടെ സഹായത്തോടെ ചെങ്കടലിൽ US കപ്പലുകൾ ഇറാൻ ആക്രമിക്കും എന്നാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളിയായാൽ ചെങ്കടലിൽ US കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭീഷണി മുൻപേ ഹൂതികൾ ഉയർത്തിയിരുന്നു. ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 2023 നവംബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. മറുപടിയായി US നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ ബോംബിടുകയും ചെയ്തിരുന്നു. 100-ലേറെ കപ്പലുകളാണ് അന്ന് ഹൂതികൾ ആക്രമിച്ചത്. 2 കപ്പലുകളെ ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്തിരുന്നു. അഞ്ചാമതായി പറയുന്നത് ഇറാൻ തങ്ങളുടെ ആണവായുധങ്ങൾ സജ്ജമാക്കൽ വേഗത്തിലാക്കും എന്നതാണ്. ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അനധികൃതമായാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് തകർക്കാൻ അമേരിക്ക മുന്നോട്ടിറങ്ങിയതും. ആ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക അറ്റാക്ക് ചെയ്തെങ്കിലും അതിന് കേടുപാടുകൾ ഉണ്ടാക്കാനേ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താലും ഇറാൻ അത് വീണ്ടും പ്രവർത്തന സജ്ജമാക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും അലി ഖമേനി കീഴടങ്ങാനോ തല കുനിക്കാനോ തയ്യാറല്ല. മുറിവേറ്റ കടുവയെ നിസ്സാരമായി കാണാനുമാവില്ല.